നമ്മൾ കുറെ പേര് അറിഞ്ഞു കാണായിരിക്കുമല്ലോ ഈ വർഷത്തെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ട് ഐറിഷ് പാസ്പോർട്ടോ എന്നുള്ള കാര്യം. നമ്മുടെ നൊമാദ് പാസ്പോർട്ട് ഇൻഡെക്സിന്റെ റാങ്കിങ് അനുസരിച്ചാട്ടോ അയർലൻഡിലെ പാസ്പോർട്ട് ഈ വർഷത്തെ ഏറ്റവും സ്ട്രോങ് പാസ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവർ നോക്കുന്ന 5 കാര്യങ്ങളാണ്. ആദ്യത്തെ ട്രാവൽ ഡെസ്റ്റിനേഷൻസ് തന്നെ. നമുക്ക് ഐറിഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ 176 കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ വിസ ഇല്ലാതെയോ അല്ലെങ്കിൽ ഓൺ അറൈവൽ വിസ എടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വിസയൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രാവൽ ഇതൊക്കെ വീഡിയോസ് ഇടുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ വിസ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറിഷ് പാസ്പോർട്ട് ആയതുകൊണ്ടാട്ടോ നമ്മൾ വിസയൊന്നും ഇല്ലാതെയാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ റാങ്കിങ്ങിന് കൺസിഡർ ചെയ്തേക്കുന്ന ടാക്സേഷൻ ആട്ടോ. ടാക്സേഷനിലുള്ള ഫ്രീഡവും നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അയർലൻഡിന് അടുത്ത സ്കോറിംഗ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പെർസെപ്ഷൻ, വേൾഡ് വൈഡ് ആയിട്ടുള്ള പെർസെപ്ഷൻ, സ്വീകാര്യത, നമ്മുടെ ലോകത്തെവിടെയും ഐറിഷ് പാസ്പോർട്ടുമായി ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐറിഷ് പൗരന്മാർക്കുള്ള ഒരു സ്വീകാര്യതയും ആ ഫ്രണ്ട്ലി അപ്രോച്ചും ഒക്കെ വെച്ചിട്ടാണ് പിന്നീട് ഐറിഷ് പാസ്പോർട്ട് ഒന്നാമതാകാനുള്ള ഒരു കാരണം. പിന്നെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും ഡ്യുവൽ സിറ്റിസൺഷിപ്പും അയർലൻഡ് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കാത്ത കാരണം നമുക്ക് ഡ്യുവൽ പാസ്പോർട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ട വന്നേ നമ്മൾ അയർലൻഡ് സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യ എപ്പോഴെങ്കിലുമൊക്കെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് വെക്കും എന്നുള്ള പ്രതീക്ഷയിലാട്ടോ. കാര്യം നമ്മൾ ഐറിഷ് പാസ്പോർട്ട് എടുത്തപ്പോഴാണ് നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ചെറിയല്ല, നല്ല വിഷമം ഉണ്ടായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ OCA കാർഡൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ അടുത്ത കാര്യം വന്നിരിക്കുന്നത് ഫ്രീഡം ഇൻ അയർലൻഡാണ്. നമുക്ക് ജീവിക്കാനുള്ള ഒരു വേൾഡ് ഫ്രീഡം, ഐറിഷ് സിറ്റിസൺസിനുള്ള ഒരു ഫ്രീഡം വെച്ചിട്ടാണ് സ്കോറിംഗിൽ റാങ്കിങ്ങിൽ അയർലൻഡ് വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാസ്പോർട്ട് ഇൻഡെക്സിൽ അവർ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഐറിഷ് പാസ്പോർട്ട് എടുത്ത് 2017 അപ്പോൾ 8 വർഷമായി ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് അന്ന് ഇവിടുത്തെ ഒരു വലിയൊരു ന്യൂസ് മീഡിയ ആയിരുന്നു ഐറിഷ് ടൈംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരന്ന് വരുമായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ പിടിക്കുക. അപ്പം ഞാനും ഉണ്ടായിരുന്നു അന്നത്തെ അവരുടെ ചെറിയ ക്ലിപ്പിൽ കേട്ടോ. അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഐറിഷ് പാസ്പോർട്ട്, സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട്. I'm from Limerick and I'm here in Ireland for nearly 6 years now. I'm mostly from India. I'm working as a staff nurse in the hospital in Limerick. I'm getting my Irish citizen now and so happy for that and glad to be an Irish now. Well, it's great. It's something I've been waiting for a very long time, so I'm quite happy about that. I'm from Zimbabwe. I've been living here for 15 years. I actually came on a holiday and was convinced to stay by my sister-in-law who was working here at the time. The only drawback is the weather, of course, but it's a good place to be. We like it very much. It's actually a very nice place to stay. It's a good place to raise the kids, to work, and we found our home here. I'm from Thailand and I live in Ireland for 9 years. Very exciting today. Very exciting to be Irish citizen. Ladies and gentlemen, congratulations. You are now Irish citizens.